അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ, പിന്നെന്താണ് നീ അത് മറന്നുപോയത്? മറവിയോ? മറവി ഒരു പ്രശ്നമാണോ പൊന്നെ? അങ്ങനെ ഞാൻ നിന്നെ വിളിക്കാൻ മറക്കോ പൊന്നെ? അതൊന്നും നീ പറയണ്ട. ഇത് നിന്റെ സ്ഥിരം പണിയാ. ഇന്ന് നീ അവിടെ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഇന്നെങ്ങാനും നീ അന്നത്തെ പോലെ നേരത്തെ എത്തിയാ എന്റെ പഴയ ഡംബിൾസ് ഇരിക്കുന്നുണ്ട് ഇവിടെ. അതെടുത്ത് നിന്റെ തല ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. പൊളിച്ചിരിക്കും, അടിച്ച് പൊളിച്ചിരിക്കും. നീ എനിക്കൊരു അവസരം തന്നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചുതരാം മോനെ. അന്ന് സ്റ്റൈൽ പ്ലസിൽ വന്നപ്പോ കണ്ടല്ലേ? എന്ത് കേക്കുന്നില്ലേ? സ്റ്റൈൽ പ്ലസ്, സ്റ്റൈൽ പ്ലസ്, സ്റ്റൈൽ പ്ലസ്. കേട്ടോ? ചുമയല്ല, പേര് കേട്ടോ? കേൾക്കുന്നില്ല. ഈ റോയ്ക്ക് എന്താ വല്ല ക്ഷയവും പിടിച്ചോ? ഒന്ന് പതുക്കെ, ജോണി ഒന്ന് പതുക്കെ. മറ്റുള്ളവർക്ക് ഇവിടെ സംസാരിക്കണം. ഒന്ന് നിർത്തുവോ? ഞാൻ ഇവിടെ ആണ്ടിന് സംക്രാന്തിയിലേക്ക് ഒരു ചാൻസ് കിട്ടും. എടാ ആനന്ദേ, ഇവിടെ അത്യാവശ്യം കാര്യം പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് ദേഷ്യം വരും, മനസ്സിലായോ? അവര് വന്നപ്പോ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഇല്ലാന്നല്ല, ഞാനത് കേട്ടില്ലേ? എനിക്ക് ആഗ്രഹം ഇവിടെ വേറൊരാള് സംസാരിക്കുന്നുണ്ട്. ആണാവോ? കേൾക്കുന്നില്ല. കാര്യം കേൾക്കുന്നില്ല. പറയുന്നുണ്ടെന്നോ? ഞാൻ പുറത്തേക്ക് വരാം. ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നേ? പോയോ? ദൈവമേ. പറ. അതെ റോയ്ച്ചാ ഗ്ലാസും പൊട്ടി, തൂത്തുവാരേണ്ടി വരുവോ? എസ്കേപ്പ്. മാഡം, എനിക്കൊരു ദിവസം അവധി വേണം. എനിക്കൊരു ദിവസം ഹോളിഡേ വേണമെന്ന്. എന്തിനാ നിനക്ക് ഹോളിഡേ? ഹോളി ആഘോഷിക്കാൻ. അല്ല എന്താ മാഡം, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നല്ലേ, എനിക്ക് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടേ? ഒരു ദിവസം. എന്തിനാ? സിനിമയ്ക്ക് പോകാനാ? സിനിമ കണ്ട് എന്തിനാ ചേച്ചി കാശുകളാണ്? സിനിമ റിലീസ് ചെയ്ത് മണിക്കൂറിനുള്ളിൽ CD ഇറങ്ങും, ദിവസങ്ങൾക്കുള്ളിൽ TV-യിലും എത്തും. പിന്നെ ലീവ് എടുക്കണ എന്തിനാണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനെ പോലെ കൊച്ചിയൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ. അപ്പൊ നീ ഇപ്പൊ സാധാരണക്കാരനല്ല? ആണ്. തൽക്കാലം ഒരു കാര്യം ചെയ്, ഇതേ ടേബിൾ നമ്പർ 8 കൊണ്ട് സെർവ് ചെയ്. നിന്റെ കാര്യം റോയ്ച്ചോണ്ട് പറഞ്ഞേക്കാം. ഓക്കെ? ഓക്കെ. സമാധാനായി. സ്വന്തമായി പണിയെടുത്ത് ലീവ് ചോദിക്കുമ്പോൾ എന്തൊരു അഭിമാനം. ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിന് എനിക്കിന്നൊരു മറുപടി വേണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കുറച്ച് സമയം വേണമെന്ന്? Damn it! ഇന്നുള്ള മനുഷ്യന്റെ ശരാശരി മൈലേജ് 65-75 വയസ്സാ. ടൈം എന്നും പറഞ്ഞ് എത്ര കാലമായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? നീ തന്നെ പറ. കൃത്യമായ ഓർമ്മയില്ല, ഏതാണ്ട് ഒരു 2-2.5 വർഷം, അതിൽ കൂടില്ല. തമാശകള സാറാ, ഇത് നമ്മുടെ ലൈഫാ. ബി സീരിയസ്. ഐ നോ ഹിഷാം, ബട്ട് ഇൻ സിറ്റുവേഷൻസ്. എന്ത് സിറ്റുവേഷൻസ്? നീ ഇപ്പൊ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരുടെ ജീവിതത്തിലും വരുന്നതാ. അതെ, പക്ഷെ ഒറ്റയടിക്ക് ഇവിടെ ഇറങ്ങി വരിക എന്ന് പറയുമ്പം ഇറ്റ്സ് ഇംപോസിബിൾ. യെസ് ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ നീ മനസ്സ് വെക്കണം. റോയ്ച്ചോണ്ട് ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ. റോയ്ച്ച ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ടാമത് ചിന്തിക്കാനില്ല. ആയിഷോ? പ്രോമിസ്. റോയ്ച്ചനോട് ഞാൻ സംസാരിച്ചോളാം. നല്ല കൊണ്ടുപിടിച്ച പ്രയം തന്നെ. ഭവാനെ, നമുക്കിട്ട് പണി വെച്ചവൾ. അതുങ്ങൾ ഉപദ്രവിക്കില്ലേ, അവരെ അങ്ങ് ഒന്നിപ്പിച്ചേക്കണേ. ഈ കൊച്ചിയിലെ മറ്റ് ആക്ടിങ് സ്കൂൾ പോലെയല്ല കൊളുത്തൂരാന്റെ സ്കൂള്. ഫീസും കുറവാ, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പഠിക്കാനും പറ്റും. കൊളുത്തൂരാൻസോ? എന്താ അങ്ങനെ ഒരു പേര്? അത് അദ്ദേഹത്തിന്റെ തറവാട്ട് പേരെന്ന് തോന്നുന്നു. ചിലപ്പോ അഭിനയമാകുന്ന വാതിലില് കൊളുത്തൂരി പറിച്ച് ആ വാതിൽ തുറന്ന് സിനിമയിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നോണ്ടായിരിക്കാം. ആയിരിക്കാം. നീ വകേറ്, സമയങ്ങളേണ്ട. സ്റ്റാർട്ടായി.